ഡോക്ടർ പുത്തൂർ റഹ്മാൻ, പ്രവാസി സമൂഹത്തിന് ഏറെ സുപരിചിതമാണ് ഈ പേര്. ദീർഘമായൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഒട്ടുമില്ലാത്ത ഡോക്ടർ പുത്തൂർ റഹ്മാനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിലവിലുള്ള ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്രവാസി സമൂഹത്തിൽ സാധാരണക്കാരുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും പ്രവാസികളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ കാണാറുണ്ട്, പ്രവാസി ഭാരതീയ ദിവസ് പോലുള്ള വലിയ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കും. അതിൽ നമ്മൾ കാണുന്നത് UAE നിന്നായാലും കുവൈറ്റിൽ നിന്നായാലും ഖത്തർ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ നിന്നൊക്കെ വലിയ എന്താ പറയുക, യഥാർത്ഥത്തിൽ പ്രശ്നമില്ലാത്ത സാധാരണക്കാരല്ല ഇതിലൊന്നും പങ്കെടുക്കുന്നത്. വലിയ വലിയ ആളുകളാണ് വരുന്നത്, ബിസിനസ്മാൻമാർ, അതുപോലെ പ്രൊഫഷണൽസ്. ഇവരൊക്കെ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ സത്യത്തിൽ ഈ സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ പ്രവാസി സമൂഹം, ഒരു സാധാരണക്കാരായ പ്രവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതിനുള്ള പ്രതിവിധി എന്താണ് ഒരു സാമൂഹ്യ സംഘടനയുടെ സാരഥി എന്നുള്ള നിലക്ക് അങ്ങേക്ക് പറയാനുള്ളത്? ഇപ്പം നടക്കുന്ന ഈ പ്രവാസി ഭാരത് എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും ഒരു തങ്ങൾ സൂചിപ്പിച്ച പോലെ അത് എനിക്ക് തോന്നുന്നത് ഇതിന് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള എന്ന യോഗം എന്നല്ല ഇതിന് പറയുന്നത്. ബിസിനസ്സുകാരുടെ ഒരു ഇപ്പം മെർജിങ് കേരള പോലത്തെ ഒരു പരിപാടിയായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ബിസിനസ് സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ, കൂടിച്ചേരൽ, അതിൻ്റെ അതല്ലാതെ ഇതൊന്നുമില്ല. അത് അവർ ചായ കുടിച്ച് പിരിയുന്നു. അതിൽ എന്നിൽ കവിഞ്ഞ് പിന്നെ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി ഇതിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വെറും കാട്ടിക്കൂട്ടൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഇത് എന്ന നിലക്കല്ലാതെ സ്ഥിരമായിട്ട് അത് ഒരു പ്രകടനമല്ല. സ്ഥിരമായി സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇതിന് വേണ്ടി ഒരു പരിപാടിയില്ല. ഞാൻ ഇപ്പം പ്രവാസി ഭാരതിന് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അവർ എന്നോട് ചോദിക്കുന്നത് 1000 രൂപ മുതൽ 15,000 വരെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കാശ് കൊടുത്തില്ല. അപ്പം കാശ് പിന്നെ കൊടുത്താൽ മതി. ഇതിൽ പ്രവാസി ഭാരത ദിവസത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു കാശ് വേണം. 15,000 റുപ്പീസ് വരെ നമ്മൾ പേ ചെയ്യണം. അപേക്ഷ ഫീസ് ആദ്യം ചെയ്യണം. അത് കാർഡിൽ നമുക്ക് അനുവാദം കിട്ടും. അത് ഒന്നത്. പിന്നെ ഈ പ്രവാസികളുടെ സമൂഹത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർക്ക് വരെ ഇതാണ് എങ്കിൽ അത് മാത്രമല്ല, ഞങ്ങൾക്കൊന്നും അവിടെ അനുവാദമില്ല. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ അത് നേരത്തെ ചോദിച്ച് അവർ അനുവാദം വാങ്ങിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. കാഴ്ചക്കാരനായിട്ട് അതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പ്രവാസികളുടെ കാര്യങ്ങൾ ചർച്ച മീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രവാസി മീറ്റായിട്ട് പ്രവാസികൾ അവിടെ ഗൾഫിൽ ചെയ്യാനല്ലേ. ഇപ്പം ഞാൻ KMCCക്ക് ഒരു പ്ലാനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത് പ്രവാസി മീറ്റ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പാരലൽ മീറ്റ് നടത്താനല്ല. പക്ഷേ ഈ ഇപ്പം കെപ്റ്റീരിയകൾ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ, മീൻപിടുത്തക്കാരായ ആളുകൾ, ഈ പ്രശ്നമൊക്കെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു പ്രവാസി മീറ്റ് ഗൾഫിൽ വേണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം. അത് ഇവിടെ ഞങ്ങൾ ഗവൺമെന്റ് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ KMCC നടത്താൻ തയ്യാറാണ്. ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ കണ്ടൊരു വാർത്ത, 200ഓളം ഹാർട്ട് പേഷ്യൻസിന് അവരുടെ ശസ്ത്രക്രിയ സൗജന്യമായി എന്താണ് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇപ്പം ഗൾഫിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ട്. പാവപ്പെട്ട ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗൾഫുകാരൊക്കെ പണക്കാരല്ല, വളരെ പാവപ്പെട്ട ആൾക്കാരായിട്ട് അവർ ജീവിക്കാൻ വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും അവർക്ക് ഒന്നുമില്ലാത്ത ആളുകൾ, ഈ കാണുന്ന മൊഞ്ചൊന്നുമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ പാവങ്ങളാണ്. അവിടെ പട്ടിണിയായ ആളുകൾ വരെ ഇല്ല. അപ്പം അവരെ സഹായിക്കുക. അതിൽ കൂടെ തന്നെ നാട്ടിലെ പാവപ്പെട്ട ഈ ബൈപ്പാസോ ഇതിനൊക്കെ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പൂർണ്ണമായി സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും 200 ആളുകൾക്ക്. മിംസ് ഹോസ്പിറ്റൽ അതിപ്പം ഞങ്ങൾ 200 എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഇനിയും ഞങ്ങൾ സാമ്പത്തികമായി ഇപ്പം ഞങ്ങൾ റോയിനെ പോലത്തെ ആളുകൾ 50 ലക്ഷം ഒറ്റയടിക്ക് തന്നെ, അതുപോലെ യൂസുഫ് അലിക്ക, അതുപോലെ ഷെട്ടി, ഇവരൊക്കെ ഞങ്ങൾ സഹായിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഡോക്ടർ ആസാദ് മൂപ്പയും 40% വരെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് തന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി അങ്ങനെ ഇനിയും ഒരു തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അത് ഇപ്പം നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മൾ 200 മാറ്റി. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ശിഹാബ് തങ്ങൾ സൗദ നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം അത് കൂട്ടി എന്നതുപോലെ വൈത്തൂർ റഹ്മ അതുപോലെ ഞങ്ങൾ ഇത് ഇൻഷാ അല്ലാഹ് ഒരു പഞ്ചായത്തിൽ 1 എന്നുള്ളത് ഒരു പഞ്ചായത്തിൽ 3, 4 ഒക്കെ ആയിട്ട് മാറി. അപ്പോൾ അതുപോലെ ഞങ്ങൾ 200 ഞങ്ങൾ ഇനിയും കൂട്ടും. അത് ഇൻഷാ അല്ലാഹ്
അപ്പോൾ ഞങ്ങൾ പരിപാടികളൊന്നും പരാജയപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു നമ്മൾ നന്മയുടെ മുഖം, നന്മ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വിജയം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ ഞങ്ങൾ വിജയിക്കും. KMCC ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ്. ഇപ്പോൾ CH സെന്റർ പോലുള്ള കാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന സ്ഥിരം സഹായം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും പുതിയതായ പ്രൊജക്റ്റാണ്. അതുപോലെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് വിത്തിൻ 2-3 months ഞങ്ങൾ ഹോളി ഖുർആൻ ഒരു ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിക് കോൺഫറൻസ് അല്ലെ ഇവിടെ വെച്ച്, കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വെച്ച് അല്ലെങ്കിൽ കൊച്ചിയിലോ. അതിന് ഞങ്ങൾക്ക് അവിടുത്തെ ഹോളി ഖുർആൻ നടത്തുന്ന ആളുകളുടെ ആരിഫ് നടത്തുന്ന അവരുടെ സഹായത്തോടെ ഞങ്ങൾ പിന്നെ അവരുമായിട്ട് അവരൊക്കെ മത്സരം, കുട്ടികളുടെ മത്സരം, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പിന്നെ ഹോളി ഖുർആൻ മത്സരം, അന്തർദേശീയ അവിടെ വെച്ച് ഒരു അന്തർദേശീയ ഇസ്ലാമിക് മീറ്റും ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഇതുവരെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം പൊതുമാപ്പ് സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് പാവപ്പെട്ട ആളുകളെ ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ആവശ്യം വന്നില്ല, കാരണം അത് ഞങ്ങളെ ഗവൺമെൻറ് ഏറ്റെടുത്തു. അപ്പം ഗവൺമെൻറ് ഇതിപ്പോൾ ഇതും ഇന്നലെ ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബും മുനീർ സാഹിബും പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ സഹായം ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൃദയശാസ്ത്രക്രിയ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങൾ തുടക്കക്കാർ തന്നെയേ ഉള്ളൂ. ഇത് ഒരു പ്രചോദനം കൊടുക്കുക എന്നതാണ് KMCC ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് നന്മ കിട്ടും എന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് ഞങ്ങൾ KMCC. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു, ജീവിതകാലം മുതൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പഠിച്ചു അല്ല ഞങ്ങൾക്ക് അതിന് പിന്നെ അതിൻ്റെ ആ ഒബ്ലിഗേഷൻ ഈ സമൂഹത്തോടുണ്ട്, ഈ കമ്മിറ്റ്മെൻറ്റ് ഈ സമൂഹത്തോടാണ്. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ നന്മ ചെയ്യുന്നു എന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു, എൻ്റെ സൂചിപ്പിച്ച് നോക്കുക എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച്. അത് അതുകൊണ്ട് വരികയായിരുന്നു. പുത്തൂർ സാഹിബിൻ്റെ പ്രസംഗത്ത് കേട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ ലിവറും ഒരു ഹിന്ദുവിൻ്റെ രക്തവും ഒരു മുസ്ലിമിൻ്റെ ശരീരവും, അതാണ് പുത്തൂർ റഹ്മാൻ എന്ന്. അതാണ് സത്യം. അതായത് രസകരമായ സംഭവം അതാണ്. എനിക്ക് പിന്നെ ആദ്യം പിന്നെ എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഇത്ര കാലം വരെ ഞാൻ ജീവിക്കുള്ളൂ, എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ ഉണ്ടാവുള്ളൂ, ആ കാലം കഴിഞ്ഞാൽ എൻ്റെ ലിവർ ഫങ്ഷൻ ഓഫാണ് എന്ന് UK ലണ്ടനിലെ പ്രസിദ്ധ ഡോക്ടർ വില്യംസ് എൻ്റെ ബോസിനെ അറിയിച്ചപ്പോഴും എൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചപ്പോഴും ഈ ഒരു കൊല്ലം കൊണ്ട് എങ്ങനെ നമ്മൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുക എന്നതായ ചിന്ത. അതിന് കുടുംബത്തിലൊക്കെ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് പറ്റില്ല, കാരണം ഭാര്യയ്ക്ക് അതിയായ സുഖവും പ്രശ്നങ്ങളും, പിന്നെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ, പിന്നെ മകൻ 21 വയസ്സായ മകൻ, അവൻ റെഡിയാണ്, പക്ഷേ അവൻ്റെ അവിടെ ചെറുപ്പായി എന്ന് ഡോക്ടർക്ക് അഭിപ്രായം. പിന്നെ ആര് കിട്ടും? ആ സമയത്ത് ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ് എനിക്ക് ലിവർ തരാമെന്ന് ഏറ്റു വന്നത്. അല്ല, ഇതിക്ക് ഒരു പോർഷൻ തരാമെന്ന് ഏറ്റത്. അങ്ങനെ ഞങ്ങൾ UK പോയി ചെക്ക് ചെയ്തൊക്കെ ഓക്കെ ആയി. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഭാഗ്യം എന്നെ തേടിയെടുത്താണ്. ഒരു ആക്സിഡൻറ്റിൽ മരിച്ച ഒരു കുട്ടിയുടെ ലിവർ എനിക്ക് ഫുള്ളായിട്ട് തരാൻ വേണ്ടി തയ്യാറായി. അത് വിദേശിയായിരുന്നു. UK ബ്രിട്ടീഷുകാരനായ ഒരു കുട്ടി, അവരുടെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അതിൻ്റെ ഫാമിലി അവരുടെ പിന്നെ ലിവർ ദാനം ചെയ്യാൻ തീരുമാനിക്കാറുണ്ട്. എൻ്റെ കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി 28 മാർച്ച് 7 തീയതി ആയിരുന്നു എൻ്റെ ഓപ്പറേഷൻ തീരുമാനിച്ചത്. അതായത് എനിക്ക് ദാനം തരാൻ, അതായത് എനിക്ക് പിന്നെ ഒരു പോർഷൻ ഇതിൻ്റെ ഒരു ഭാഗം തരാൻ ഏറ്റ കുട്ടിയുടെ ആ ഓപ്പറേഷനും എൻ്റെ ഓപ്പറേഷനും 7 തീരുമാനിച്ചാണ്. മാർച്ച് 7. 28 ഫെബ്രുവരി 28 രാത്രി വെളുക്കാൻ കാലത്ത് 5 മണിക്കാണ് എനിക്കൊരു ഫോൺ കോൾ ആയിട്ട് ഹോസ്പിറ്റലിൽ മിസ്റ്റർ പുത്തൂർ, അതിനെ പുത്തൂർ എന്നാണ് വിളിക്കുക, മിസ്റ്റർ പുത്തൂർ ദർ ഈസ് വൺ പിന്നെ സംബഡി ഡൈഡ് ആക്സിഡൻറ്റ്, ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാളുടെ ഓർഗൻ നിങ്ങൾക്ക് പിന്നെ അയാളുടെ ലിവർ അവരുടെ ഫാമിലി നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാച്ചാകുന്ന ലിവറാണ്, ആർ യു ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിത്തിൻ 1 hour ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ യെസ് ഐ ആം ഇൻട്രസ്റ്റഡ്.
അങ്ങനെ അതായത് അവിടെ 74ഓളം ആളുകൾ ബ്രിട്ടീഷുകാരായ ആളുകൾ ക്യൂവിലുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഈ ലിവറിന് വേണ്ടിയിട്ട്, അതായത് കൊല്ലങ്ങളായിട്ട്. പക്ഷേ ഈ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക്, മരിച്ച കുട്ടിക്ക് 850 ഗ്രാം 855 ഗ്രാമാണ് ആ ലിവറിൻ്റെ അളവ്, തൂക്കം. എൻ്റെ ലിവറും 855 ഗ്രാമാണ്, എക്സാക്ട്ലി അതേ ഗ്രാം വന്നു. പിന്നെ എൻ്റെ AB പോസിറ്റീവാണ് എൻ്റെ ബ്ലഡ്. ഈ കുട്ടി, മരിച്ച കുട്ടീൻ്റെതും AB പോസിറ്റീവാണ്. ഈ ഇരിക്കുന്ന 75ഓളം ആളുകളുടെ പിന്നെ തൂക്കാതല്ല, അവർക്കൊക്കെ ഒന്നുകിൽ 800 അല്ലെങ്കിൽ 900 അങ്ങനെയൊക്കെയാണ്. 855 എക്സാക്ട്ലി ആർക്കും വന്നില്ല. അപ്പോൾ ഇത് കൃത്യമായി വന്നപ്പോൾ അപ്പം വിട്ടൽ UK-ക്കാർക്ക് പറ്റില്ല. പിന്നെ അപ്പം മറ്റൊരാൾക്ക് വേണം. അപ്പം ലിസ്റ്റിലുള്ളത് ഞാനായിരുന്നു, ഇന്ത്യക്കാരൻ. ആ നിൽക്കാണ് എനിക്കത് കിട്ടിയത്. അതാണ് ഡോക്ടർ അനുഗ്രഹമായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട പിന്നെ സമസ്തൻ്റെ യോഗത്തിലും അതുപോലെ ജാമിയ മില്ലിയിലെ യോഗങ്ങളിലൊക്കെ, അത് പരിപാടികളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഐതി ശാബദങ്ങളും സാദിഖ് ശാബദങ്ങളും ഇവരൊക്കെ നേതൃത്വം കൊടുത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതുപോലെ മുജാഹിദ് പള്ളികളിൽ, ഇവിടെ കോട്ടക്കൽ, ഇവിടുത്തെ നിങ്ങളെ നാട്ടിലെ അമ്പലത്തിൽ, ഫുജിറയിൽ ഞങ്ങളെ ചർച്ചിൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് എന്ന് പറയാം അള്ളാഹു വീണ്ടും ഒരു ജീവൻ തിരിച്ചു തന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് അതാണ്. അപ്പം അതേ അതാണ്. അപ്പം അങ്ങനെ നന്മ ചെയ്യുക, നന്മ വരും. പ്രവാചക വചനം ഉണ്ടല്ലോ, ദാനം ആപത്തിനെ തടുത്തു നിർത്തും. ഇപ്പോ ആരോഗ്യം അൽഹംദുലില്ലാഹ് വളരെ അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് വീണ്ടും ഞാൻ സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരു പിന്നെ ഇവിടുത്തെ സമസ്തയുടെ സമത് പൂക്കൂട്ടത്തെ പോലെയുള്ള ആളുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഈ അവയവദാനം പിന്നെ അല്ലെങ്കിൽ അലിക്കുട്ടി ഉസ്താദ് ബാലിഷ്യമാണെന്നൊക്കെ ഞാൻ ഒരു ലേഖനം കണ്ടു. പക്ഷേ എങ്കിൽ പോലും അവരൊരു പുനഃസിദ്ധിക്കുള്ള ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഒരു നമ്പൂതിരി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, നമ്പൂതിരിയുടെ 2 കണ്ണുകൾ ഒന്ന് മുഹമ്മദും ഒരു ഫാത്തിമാക്കും കൊടുത്തു. അതായത് ഹിന്ദു സ്ത്രീകളുടെ അവയവങ്ങൾ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പോൾ എൻ്റെ പുത്തുറഹ്മാൻ്റെ ലിവർ ഒരു ക്രിസ്ത്യൻ കുട്ടിയിട്ടാണ്. എനിക്ക് വളരെ കാര്യം എൻ്റെ ബ്ലഡ് ഒരുപാട് ചോർന്നു പോയപ്പോൾ ഒരുപാട് ബ്ലഡ് എനിക്ക് വേണ്ടി വന്നു. അത് എങ്ങനെ ബ്ലഡ് സ്വരൂപിക്കാൻ ചോദ്യം വന്നാൽ എൻ്റെ കൂടെ വന്നിരുന്നു ഒരു പിന്നെ അരുണ, അതുപോലെ ഒരുപാട് ഹിന്ദു സഹോദരന്മാരുണ്ടായിരുന്നു. ആ ആളുകളുടെ ബ്ലഡാണ് എനിക്ക് കയറ്റിയത്. അതാ ഞാൻ പറഞ്ഞത്. അതെ, ക്രിസ്ത്യാനിയുടെ ലിവറും ഹിന്ദുവിൻ്റെ രക്തവുമുള്ള മുസ്ലിമിന്റെ ബോഡി ശരീരമുള്ള ഒരാളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ ജീവിക്കുന്ന പ്രതീകം എന്ന് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പിന്നെ അവയവദാനത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ഡിതന്മാരാണ് അത് തീരുമാനിക്കേണ്ടത്. അവർക്ക് വിട്ടുകൊടുക്കുക നമ്മൾ. ഇപ്പോൾ പ്രവാസികളുടെ ഒരു നേതാവ് എന്നുള്ള നിലക്ക് അതോടൊപ്പം അങ്ങ് പുതിയൊരു ദൗത്യം ഏറ്റെടുത്തതായിട്ട് നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടു. കേരളത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത്രയും വലിയൊരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് ഒരു പ്രവാസി സംരംഭമായ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഫോറ ഫാന്റാസിയുടെ ചെയർമാൻഷിപ്പ് ഇപ്പം അങ്ങയുടെ കയ്യിലാണ്. സാധാരണഗതിയിൽ പ്രവാസികൾ വഞ്ചിക്കപ്പെടുന്നവരാണ്, കൂടുതൽ പറ്റിക്കപ്പെടുന്നവരാണ്. എല്ലാ കുറി കമ്പനികളിലും, എല്ലാ ആടുതേക്ക് മാഞ്ചം മുതൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഇന്റർനെറ്റ് തട്ടിപ്പുകളിൽ വരെ പെടുന്ന ആളുകളാണ് നമ്മൾ. എങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു സമൂഹത്തെ ഒരുമിപ്പിച്ചു കൂട്ടി എന്താണ് ഫ്ലോറ ഫാന്റാസിയിലേക്ക് അടുപ്പിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്തൊക്കെയാണ്? നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അതായത് ഇത് സത്യത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു ആദ്യത്തെ ഫുള്ളായിട്ട് 100% പ്രവാസികളുടെ ഒരു സംരംഭം എന്ന നിലക്ക് ഇത് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് ആളുകൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് നമ്മൾ സമീപിച്ചപ്പോൾ 5-6 വർഷം മുമ്പ് എന്നെ സമീപിച്ചപ്പോൾ ഇവർക്കൊന്നും തന്നെ ഇങ്ങനെ ഇത് KMCC ഏറ്റെടുക്കണമെന്നോ പ്രവാസികൾ ഏറ്റെടുക്കുന്ന അഭിപ്രായമില്ലായിരുന്നു. അവർക്ക് എൻ്റെ പോലത്തെ കുറച്ച് ബിസിനസ് ആളുകളിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എന്ന ഉദ്ദേശം. ഞാനാണ് ഇത് KMCCയിൽ ആദ്യമായിട്ട് KMCCയിൽ അവതരിപ്പിക്കണം. KMCC എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ സപ്പോർട്ട്, ഒരു ഗ്രൂപ്പിൻ്റെ സപ്പോർട്ടുള്ള കാലത്തോളം നമുക്ക് രക്ഷപ്പെടും. പ്രത്യേകിച്ച് സാമ്പത്തികം മാത്രമല്ല, ആ 14,000 ആളുകളുടെ ഫാമിലികൾ ജനകീയമാവും എന്നതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ ചെയ്യാം. അതിന് നമ്മൾ തന്നെ നേതൃത്വം കൊടുത്തിട്ട് നമ്മളെ ആളുകൾ തന്നെ ജോലിക്ക് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഞാനടക്കം ഞാൻ പല പ്രാവശ്യം പിന്നെ വഞ്ചിക്കപ്പെട്ട ഒരാളാണ് പല പ്രൊജക്റ്റുകളിൽ.
കാരണം അവർക്ക് ആളുകളെ ഇപ്പം നാട്ടിലെ ആളുകളെ വിചാരം ഈ പുത്തുറഹ്മാനെ പോലത്തെ ആളുകളെ കയ്യിൽ പൂത്ത കാശുണ്ട്, ആ കാശ് തൽക്കാലം നമുക്ക് കൈകാര്യം ചെയ്യാം, എന്നിട്ട് പിന്നെ അവർക്ക് കൊത്തക്കല്ലാട എന്തൊക്കെ നാടൻ സംസാരം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ശൈലിയാണ് ഇവിടുത്തെ സാധാരണ. അപ്പോൾ ആ ശൈലിയിൽ നിന്ന് വിഭിന്നമായിട്ട് പാവപ്പെട്ട മീൻപിടുത്തക്കാരടക്കമുള്ള കെപ്റ്റീരിയയിലെ തൊഴിലാളികളടക്കമുള്ള ആളുകളിൽ നിന്ന് 500-1000 സമീപിച്ച് സമാഹരിച്ച് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് തുടങ്ങാൻ നിർദ്ദേശിച്ചതും അതിൻ്റെ മുന്നിൽ വന്നു ഞാനായിരുന്നു എന്നതുകൊണ്ട്. പക്ഷേ എനിക്ക് ആദ്യകാലത്ത് പാർക്കിൽ അത്രമാത്രം ഇത് ചെയ്യാൻ കാരണം അസുഖം, ഒരു കൊല്ലക്കാലത്തോളം ഞാൻ 8 മാസത്തോളമാണ് ഹോസ്പിറ്റലിൽ ബെഡ് കിടന്നത്. പിന്നെ ഒരു കൊല്ലത്തോളം സുഖമില്ലാത്ത അവസ്ഥ. അങ്ങനെ 2-3 വർഷമായിട്ട് ഞാൻ ഇതിനോട് സഹകരിക്കാൻ വേണ്ടപ്പോൾ എനിക്ക് കഴിയാതെ വന്നു. അതുകൊണ്ട് പക്ഷേ അപ്പോഴേക്ക് പല ഭാഗത്തു നിന്നും എനിക്ക് സംസാരം വന്നു, നിങ്ങൾ ഇതിൽ ഇടപെടണം, നിങ്ങളെ പ്രൊജക്റ്റിലിത്. അപ്പം അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് വീണ്ടും ജീവിതം തന്നത് ഇനിയും ഒരുപാട് നന്മ ചെയ്യാനാണല്ലോ എന്ന ബോധം എനിക്കുണ്ടതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാവുക ചെയ്തു. കാരണം നമ്മളുണ്ടാക്കിയ പ്രൊജക്റ്റ് നമ്മളെ നടത്തുക, നമ്മളെ വിജയിപ്പിച്ച് കാണിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 2014-15 ആകുമ്പോഴേക്ക് ലാഭം ഇതിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. അതുപോലെ വിജയിക്കാൻ മാത്രമല്ല, ഞങ്ങൾ ഇനിയും മലബാറിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ പാർക്കുകൾ ഞങ്ങളെ ഇതേ കമ്മിറ്റി ആളുകൾക്ക് ഇനിയും പ്രവാസികൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇനിയും ഒരുപാട് ഡിമാൻഡ് പറയുന്നുണ്ട്, ഓഫർ തന്നിട്ടുണ്ട്. അതുകൂടി ഉൾക്കൊള്ളിച്ച് ഞങ്ങൾ പുതിയൊരു പാർക്ക് കൂടി ഞങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ അങ്ങനെ പ്ലാൻ ഇനിയും 2-3 പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്കുണ്ട്. അല്ല, സുരക്ഷിത കൈകളിൽ നിക്ഷേപിക്കാൻ നമ്മൾ ആളുകൾ തയ്യാറാണ്, പക്ഷേ നമ്മൾ ആളുകളൊക്കെ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. അതാണ്. അല്ല, അത് ആളുകൾ നോക്കിയിട്ട് ഇപ്പം സലാം സാഹിബ് നിങ്ങളൊരു പ്രൊജക്റ്റ് നിങ്ങളെ ഞാൻ നോക്കിക്കാണാം, നിങ്ങളെങ്ങനെയാണ്, ഹൗ യു ആർ, നിങ്ങളെനിക്ക് വിശ്വാസം, ആദ്യത്തെ ട്രസ്റ്റാണ്. പുത്തൂർ റഹ്മാനിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റഹ്മാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റിലാവും. വിശ്വാസം മാത്രമായിരിക്കും. നിങ്ങൾ അബ്ദുള്ളയുടെ മകനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കൂ, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക പ്രബോധനം നടത്തിയ പോലെ പുത്തൂർ റഹ്മാൻ എന്ന് പറയുന്ന ഈ പ്രവാസികൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഈ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ, അതുപോലത്തെ ആളുകൾ കൊണ്ടുവന്ന ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിച്ചാൽ അവർ നോ എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം നമ്മൾ ആരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ വല്ലതും ചെയ്യണം എന്ന് അതിയായ പൂതിയുള്ള ആളാണ് ഞാൻ. അത് വിജയിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സംഗതി ചോദിക്കാം. അപ്പോൾ ഈ പ്രവാസികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, വിഷയങ്ങളൊക്കെ അറിയാം, വളരെ ഗഹനമായി അതിനെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ടാകും ഒരുപാട്. ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ, ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളത് പ്രവാസികൾക്ക് ഇല്ല എന്ന് സത്യം പറയാം. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ എന്താ പറയുക, ഒഴിവാക്കപ്പെടുകയാണ് ഗൾഫിൽ നിന്ന്. ഈ തിരിച്ചു വരുന്ന ആളുകൾ സത്യത്തിൽ വലിയ ദുരിതത്തിലാണ്. ഇവരുടെ ഒരു പുനരധിവാസം അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ എങ്ങനെയാണ് ഒരു പ്രവാസി നേതാവ് എന്നുള്ള നിലക്ക് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇൻഷാ അല്ലാഹ് ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ അതിനുള്ള എല്ലാവിധ ഇതും സഹായങ്ങളും നൽകാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്, അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഗവൺമെൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഇപ്പം ഇതുപോലെ ഈ പാർക്ക് പോലെ ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ അതാണ്. ഗൾഫിൽ നിന്ന് വരുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയ ആളുകൾ, ഇപ്പം സലാം സാഹിബ് ഇതിൽ ഒരു 5-10 ലക്ഷം മുടക്കിയ ആളാണ്, നിങ്ങൾ ഷെയർ ഹോൾഡറാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ പുത്തൂർ റഹ്മാൻ തന്നെ അവിടെ ജോലി നഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കും ഇനി ഇതിൻ്റെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ആർക്കും ജോലി കൊടുക്കാതെ അങ്ങനത്തെ ഒരു സംരംഭം കൂടി ഞങ്ങളുടെ പ്ലാനുണ്ട്. അപ്പം ഇതുപോലെ കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ ഇത്തരം സംരംഭങ്ങളിൽ ഞങ്ങൾ സഹായിക്കും, അവർക്ക് ജോലി കൊടുക്കും, അത് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും ഞങ്ങൾ പരിപാടികളുണ്ട്. ആ പ്രൊജക്റ്റിലൊക്കെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, പ്രവാസികളെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇതുപോലെ ചെറിയ പ്രൊജക്റ്റും ഇനിയിപ്പം അങ്ങനെ ഇപ്പം ഒരു പ്രവാസി ഇപ്പോൾ 2-3 ആളുകൾ വരികയാണ്, അവർക്ക് പ്രൊജക്റ്റ് ഇത് ചെയ്യണം. ഇപ്പോൾ KMCC പോലെയുള്ള ഞങ്ങളുടെ സംഘടനകൾ നമ്മളതിൽ സഹായങ്ങൾ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഗവൺമെൻറ് ഭാഗത്തിൽ സഹായം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടും ഞങ്ങളുടെ ഭാഗത്തുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു തള്ളലും ഒരു സപ്പോർട്ടും അങ്ങനെ ഈ സമയത്തെ സഹായിക്കാനേ പറ്റുള്ളൂ. ഇത് നമ്മളും കൂടി തയ്യാറാവണം. അതുകൊണ്ട് പ്രവാസികൾ ഇത്തരം സംരംഭങ്ങളിൽ, പ്രവാസികൾ നടത്തുന്ന സംരംഭങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടുകയും അവരിതിൽ ദൈനംദിന കാര്യങ്ങളിൽ വരെ എന്ത് നടക്കുന്നു എന്ന് അറിയുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവർക്ക് ഭാവി സുരക്ഷിതമാണ്. അവർക്ക് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാനുള്ള വകുപ്പുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ദർശനയുടെ പ്രേക്ഷകരോട് കുറേ കൂടി ഒരു ഇസ്ലാമിക, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ
സ്നേഹവും മതവും ഒക്കെ മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യം നൽകാതെ കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മള് ഇതൊക്കെ മറക്കാൻ പര്യാപ്തമായ സംഗതിയാണ്. എന്നൊരു മാറ്റം അതെ എന്നാണ് ദർശനം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാ ചാനലുകളും പൈകിളി ചാനലുകളായിട്ടും അല്ലെങ്കിൽ ഇത്തരം കഥകളൊക്കെ തന്നെ അങ്ങനെയുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സാംസ്കാരികവും വളരെ നമ്മൾക്കൊക്കെ കുടുംബസമേതം കാണാവുന്ന പ്രൊജക്റ്റുകളായിട്ടാണ് വരുന്നത്. മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിക സന്ദേശം നമ്മളൊക്കെ ഇസ്ലാമെന്ന് പറയുന്നല്ലാതെ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ആയത്തിൽ കടന്നു ചെല്ലാത്തവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വളരെ നന്ദി. ഓക്കെ.